വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസി പെയിനിനെ പറ്റിയിട്ടാണ്. എങ്ങനെ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോഴുള്ള വേദനയെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി പെയിൻ അഥവാ ഇംപ്ലാന്റേഷൻ പെയിൻ എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് പേരിങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആലോചിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ടോപ്പിക്കാണത്. ഒരുപാട് തവണ ഇംപ്ലാന്റേഷൻ പെയിനിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കിനി ഇംപ്ലാന്റേഷൻ പെയിനിനെ പറ്റി പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ പെയിനിനെ പറ്റിയിട്ടുണ്ടാകുന്ന ഒട്ടുമിക്ക സംശയങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ ക്ലിയർ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. എന്താണ് ഇംപ്ലാന്റേഷൻ പെയിൻ? ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും എത്തിയിട്ടുള്ള പുറത്തേക്ക് എത്തിയ നമ്മുടെ ഓവറികളിൽ ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടുള്ള ഒരു മൂപ്പെത്തിയിട്ടുള്ള അണ്ഡം നമ്മുടെ സ്ത്രീ ശരീരത്തിലോട്ട് എത്തിയിട്ടുള്ള പുരുഷൻ്റെ ബീജവുമായി ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് ഫലോപ്പിയൻ ട്യൂബിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിനകത്ത് അറ്റാച്ച് ആകുന്നതിനെയാണ്, എൻഡോമെട്രിയം ലൈനിങ്ങിനകത്ത് അറ്റാച്ച് ആകുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ വേദന അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു വിത്തിടാണ്. നമ്മളിപ്പോൾ മണ്ണിലൊരു വിത്തിടുമ്പോഴേക്കും ഒട്ടുമിക്ക ആളുകളും നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളിങ്ങനെ വിത്തിങ്ങനെ പാകിയിടും. എന്നാൽ നേരെ മറിച്ചിട്ട് നമ്മളിപ്പോൾ കുഴി കുത്തിയിട്ട് അവിടെ നമ്മളൊരു വിത്ത് ഇട്ട് കൊടുക്കാറില്ലേ, എന്നിട്ട് നമ്മൾ മണ്ണിട്ടിട്ട് പിന്നെ ഇത്തിരി വെള്ളം നനച്ച് കൊടുത്തും. ഇങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു കുഴി കുത്തിയിട്ട് നമ്മൾ വിത്ത് ഇടുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോസസ്സാണ് നമുക്ക് ഇംപ്ലാന്റേഷനിലും അവിടെ സംഭവിക്കുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ പെയിൻ നമുക്കുണ്ടാകുമ്പോഴേക്കും നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ് അവിടെ ഒന്ന് ചുരണ്ടിയിട്ട് ആ ഒരു മെത്തേഡ് നടക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് കുറച്ചൊന്ന് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ ആ ഒരു ടിഷ്യൂസൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ യൂട്രസിൻ്റെ ആ ഒരു ലൈനിങ്ങിൽ വന്നിട്ട് ഈ ഒരു എംബ്രിയോ അങ്ങോട്ട് അറ്റാച്ച് ആകും. ഈ ഒരു അറ്റാച്ച് ആകുന്ന സമയത്ത് നമ്മുടെ ആ ഭാഗത്ത് നിന്നൊന്ന് ടിഷ്യൂസും അതുപോലെ ബ്ലഡിൻ്റെ ടിഷ്യൂസൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് ഒന്ന് അറ്റാച്ച് ആകുന്നതിൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ പെയിൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ പെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇംപ്ലാന്റേഷൻ പെയിൻ അനുഭവപ്പെടാത്തത്? പലർക്കും മൈൽഡായിട്ടുള്ളൊരു വേദനയായിരിക്കും ഇംപ്ലാന്റേഷൻ പെയിനിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാനായിട്ട് ഒരുപാട് സമയമുള്ളവർക്കൊക്കെ ഈ ഒരു വേദന വരുമ്പോഴേക്കും നമ്മളത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ധൃതിക്ക് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മൂത്ത കുട്ടിയോട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ രാത്രി നമ്മൾ ഉറക്കത്തിലാണ്, അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഇംപ്ലാന്റേഷൻ പെയിൻ പലർക്കും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ പെയിനിൻ്റെ ആ ഒരു തോത് പലർക്കും വ്യത്യാസമായിരിക്കും. ചിലർക്ക് പീരിയഡ്സ് വരാൻ പോകുന്ന തരത്തിലുള്ളൊരു മൈൽഡായിട്ടുള്ളൊരു ക്രാമ്പിങ് ആയിരിക്കും. ചിലർക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു വേദനയായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴാണ് ഇംപ്ലാന്റേഷൻ വേദന അനുഭവപ്പെടുന്നത്? ഇംപ്ലാന്റേഷൻ വേദന നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. ഒരു 5th ഡേ മുതലുള്ള സമയത്ത് നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 6 to 12 ഡേയ്സിനകത്താണ് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്നിട്ട് എംബ്രിയോ അറ്റാച്ച് ആകുന്നത്. അപ്പോൾ ഈ ഒരു 6 to 12 ഡേയ്സിനകത്ത് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്കുണ്ടാകുന്ന വേദനയാണ് ഇംപ്ലാന്റേഷൻ പെയിൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരുപാട് പേർക്ക് ആ ഒരു എംബ്രിയോ ഗ്രോ ആകുന്നതിൻ്റെ ഒരു പെയിൻ അനുഭവപ്പെടും. ഈ ഒരു പെയിൻ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു പീരിയഡ്സ് ആകാൻ പോകുന്ന തരത്തിലുള്ളൊരു വേദനയായിരിക്കും. ആ ഒരു വേദനയെ നമുക്ക് ഇംപ്ലാന്റേഷൻ പെയിൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആ ഒരു എംബ്രിയോ ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്രസ് ആ ഒരു സമയത്ത് ഒരു കുഞ്ഞായിരിക്കുന്ന ഒരു യൂട്രസ് ഒരു എംബ്രിയോനെ അവിടെ അറ്റാച്ച് ആയിട്ട് അതൊന്ന് വളർന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് ആ ഒരു എംബ്രിയോയ്ക്ക് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആ ഒരു വേദന, ഒരു പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെയുള്ളൊരു വേദന ഒട്ടുമിക്ക സ്ത്രീകൾക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് ഒരു വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇംപ്ലാന്റേഷൻ വേദന എന്ന് പറയാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് പീരിയഡ്സ് ആകാനായിട്ടുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ബ്ലീഡിങ് ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമ്മുടെ ഒരു എംബ്രിയോ ഒന്ന് ഗ്രോ ആകുന്നതിൻ്റെ ഒരു പ്രോസസ്സിൽ നമുക്കുണ്ടാകുന്നൊരു വേദനയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
ഇനി ഇംപ്ലാന്റേഷൻ വേദന നമുക്ക് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം? ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ് ഇംപ്ലാന്റേഷൻ വേദന എങ്ങനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട്. നമ്മുടെ അണ്ടാശയങ്ങളിൽ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഓവറിയിൽ നിന്നാണ് നമ്മുടെ അണ്ടം പുറത്തു വരുന്നതെന്ന് അറിയാലോ. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ ആ ഒരു അറ്റാച്ച് ആവുന്നത്, നമ്മുടെ യൂട്രസിനകത്ത് അറ്റാച്ച് ആവുന്നത്. ഒന്നുകിൽ നമ്മുടെ ആ ഒരു വയറിൻ്റെ അടിവയറിൻ്റെ വലത് ഭാഗത്തോ അല്ലെങ്കിൽ ഇടത് ഭാഗത്തോ അല്ലെങ്കിൽ പൊക്കിളിന് നേരെ താഴെയുള്ള ഭാഗത്തോ നമുക്ക് വേദന അനുഭവപ്പെടാം. ഈ ഒരു വേദന നമുക്ക് ഉണ്ടാകുന്നത് ഒന്ന് കുത്തുന്നത് പോലെ, നമ്മുടെ വയറിനകത്തിരുന്ന് ഒന്ന് കുത്തുന്നത് പോലെയുള്ളൊരു വേദന, അല്ലെങ്കിൽ ഒന്ന് വലിഞ്ഞു മുറുകുന്നത് പോലെയുള്ളൊരു വേദന, അല്ലെങ്കിൽ ഒന്ന് കൊളുത്തി വലിക്കുന്നത് പോലെയുള്ളൊരു വേദന, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇടിക്കുന്നത് പോലെയുള്ളൊരു വേദന. ഈ ഒരു ടൈപ്പ് വേദനകളായിരിക്കും നമുക്ക് ആ ഒരു സമയത്ത് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പല സ്ത്രീകൾക്കും വയറിൻ്റെ അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന വേദന അനുഭവപ്പെടുമ്പോഴേക്കും ചിലവരിൽ ഉണ്ടാകുന്നത് ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും. നമ്മുടെ വയറിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വ്യത്യാസം ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ ബാക്കിൻ്റെ ആ ഒരു, നമ്മുടെ നടുവിൻ്റെ ആ ഒരു ഭാഗത്തും ആ ഒരു വയറിൽ ഉണ്ടാകുന്ന ചെറിയൊരു സ്ട്രെച്ചിങ് പോലും നമ്മുടെ ആ ഒരു മസിൽസിനെയും നമ്മുടെ ലിഗമെൻസിനെയും ഒന്ന് അഫക്റ്റ് ചെയ്യും. ഈ ഒരു ചെറിയൊരു സ്ട്രെച്ചിങ് അവിടെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ട്രെച്ച് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ആവും. ഈ ഒരു എക്സ്പാൻഡ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് പലരിലും തന്നെ, ഒട്ടുമിക്ക സ്ത്രീകളിലും തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബാക്ക് സൈഡിൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്തും നമുക്ക് വേദന അനുഭവപ്പെടും. ഇംപ്ലാന്റേഷൻ വേദന ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഭാഗത്തായിരിക്കും നമുക്ക് ഈ ബാക്ക് പെയിനും ഉണ്ടാകുന്നത് കേട്ടോ. ഒട്ടുമിക്ക സ്ത്രീകളിലും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഒരു വേദന കൊണ്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചില സ്ത്രീകളിൽ ഒരു 30% സ്ത്രീകളിൽ മാത്രമേ ഈ ഒരു ടിഷ്യൂസ് നമ്മുടെ ശരീരത്തിൽ നിന്നൊന്ന് റിമൂവ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മൈൽഡ് ആയിട്ടുള്ളൊരു ബ്ലീഡിങ് അനുഭവപ്പെടുകയുള്ളൂ. ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ആയിട്ടുള്ളൊരു ബ്ലീഡിംഗ് അല്ല. നമ്മുടെ ആ ഭാഗത്ത് നിന്ന് ആ ടിഷ്യൂസിനെ, അതുപോലെ ബ്ലഡ് ടിഷ്യൂസിനെയൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മുടെ ആ ഒരു ഇംപ്ലാന്റ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് വേദനയും അതുപോലെ തന്നെ ബ്ലീഡിങ്ങും ചിലരിൽ ഉണ്ടാകുന്നത്. മൈൽഡ് ആയിട്ടുള്ളൊരു ബ്ലീഡിംഗ് ആയിരിക്കും. ഒരിക്കലും കട്ടയായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര ബ്രൗണിഷ് ആയിട്ടുള്ള ബ്ലീഡിങ്ങോ ഒന്നും ആയിരിക്കില്ല. ഒരിക്കലും ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാത്ത, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു 2 ദിവസത്തിനകത്ത് നമുക്ക് ഒരിത്തിരി സ്പോട്ടിംഗ് ഒക്കെ രീതിക്ക് ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആയിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ബ്ലീഡിങ്ങിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.